പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ പുതിയ പ്രത്യാശകൾ പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വരികയാണ്. ട്രംപ് പറയുന്നത് വെള്ളിയാഴ്ച 36 മുതൽ 72 മണിക്കൂറിനുള്ളിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കും എന്നും മറ്റുമാണ്. അതായത് വെള്ളിയാഴ്ച ചർച്ചകൾ നടത്താൻ നിലവിൽ തീരുമാനമായി എന്നുള്ളതാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇതൊക്കെ ട്രംപിൻ്റെ നടപടിയെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്യുന്നുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അതായത് ട്രംപ് കള്ളം പറയുകയാണ് എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതോടുകൂടി സമാധാന ചർച്ചകൾ അനിശ്ചിതമായി നീളാൻ തന്നെയാണ് സാധ്യത. വെടിനിർത്തൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും അമേരിക്കയുടെ ഹോർമുസ് വിരോധം വൻ വിജയമാണെന്നും മറ്റും വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടും US ഏകപക്ഷീയമായി വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്നാണ് ഇറാൻ്റെ അവകാശവാദം. അവിടെയാണ് ഇത്തരത്തിൽ പുതിയ ചർച്ചകൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നത്. അജയ്, യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടും ട്രംപ് ചർച്ചകൾ വേണമെന്ന ആവശ്യം ഇങ്ങോട്ട് ഉന്നയിക്കുകയാണ്. ഇറാൻ ആകട്ടെ യാതൊരു താല്പര്യവുമില്ല. ഇതിനിടയിൽ ഹോർമുസിൽ IRGC 2 കപ്പലുകളെ ആക്രമിച്ച് പിടിച്ചെടുക്കുകയും മറ്റും ചെയ്ത സാഹചര്യമുണ്ട്. ലെബനനിൽ സംഘർഷം മുറുകയാണ്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ വീണ്ടും ഒരു ചർച്ചയുടെ അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന് ട്രംപ് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ട്രംപ് നിലവിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ള പ്രതീതികൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ ചർച്ചകളെ സംബന്ധിച്ചുള്ള യാതൊരുവിധ നയതന്ത്ര നീക്കവും ഇപ്പോൾ അണിയറയിൽ ഫലപ്രദമായി നടക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലത്തെ ദിവസം അവസാനിക്കുന്നത് വരെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇറാനോട് നല്ല ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും അവസാന നിമിഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഇറാനെ എങ്ങനെയെങ്കിലും പാകിസ്ഥാനിൽ എത്തിക്കുക, ഇത് തന്നെയായിരുന്നു അവരുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. കാരണം US-ന്റെ എൻവോയ് ആയിട്ട് 3 വിമാനങ്ങൾ ഓൾറെഡി പാകിസ്ഥാനിലുണ്ടായിരുന്നു. ഇനി പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം വന്നാൽ മതിയായിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആകെ കുറച്ച് സമയത്തേക്കുള്ള ട്രാവൽ മാത്രമേ ഇസ്ലാമാബാദിലേക്കുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാന്റെ നിരന്തര സമ്മർദ്ദമുണ്ടായിട്ടും ഇറാൻ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് പറയുന്നത് തങ്ങളുടെ ഉപാധികളും അതുപോലെ അവകാശങ്ങളും അമേരിക്ക ഇതുവരെയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ അവർ അംഗീകരിക്കാതിരിക്കുന്ന പക്ഷം ഈ വെടിനിർത്തലിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നാണ് മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് പറയുന്നത്. അതുപോലെ ഈ തങ്ങൾക്ക് നേരെയുള്ള US-ന്റെ ഉപരോധം അത് അവസാനിപ്പിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്നും പൂർണ്ണമായിട്ടും അദ്ദേഹം തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ അദ്ദേഹം പറയുന്നത് ഇറാന് ചർച്ചയിലൂടെ കാര്യങ്ങൾ സമവായത്തിൽ എത്തിക്കാനാണ് ആഗ്രഹം. പക്ഷേ അമേരിക്ക ഇത്തരത്തിൽ കടുംപിടുത്തം പിടിക്കുകയാണ്. തങ്ങൾക്ക് നേരെ ഇപ്പോൾ നിരന്തരം ഭീഷണികളും ഉപരോധങ്ങളും ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചർച്ചയുടെ ഒരു പ്രസക്തി ഉദിക്കുന്നില്ല എന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ഹോർമുസിന്റെ വിഷയം, ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ തങ്ങൾക്കാണ് എന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ട്രംപും അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് ഉൾപ്പെടെ പറയുന്നത് അമേരിക്കയുടെ ഉപരോധം പൂർണ്ണ വിജയമാണ്, ഇറാന്റെ എല്ലാ കപ്പലുകളെയും തങ്ങൾ തടഞ്ഞു. അതുപോലെ ഇപ്പോൾ നിലവിൽ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം 33ഓളം ഇറാനിയൻ കപ്പലുകളെ വഴിതിരിച്ചു വിട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാന് ഇപ്പോഴും ഹോർമുസിൽ വ്യക്തമായ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് 2 കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തിയതും 2 കപ്പലുകളെ കസ്റ്റഡിയിലാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് തന്നെയാണ് ഇത്തരമൊരു ആക്രമണം അത് ഹോർമുസിൽ നടന്നതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഈ 2 കപ്പലുകളും US-ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MSC ഫ്രാൻസിസ്ക അതുപോലെ എപ്പാമിനോഡസ് എന്ന് പറയുന്ന 2 കപ്പലുകളെയാണ് ഇറാൻ പിടിച്ചതെന്നാണ് വിവരമുള്ളത്. ഈ കപ്പലുകളെ സംബന്ധിച്ച് ഇതുവരെ ആരും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. അതായത് മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളുടെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല. ഇറാൻ എന്തായാലും ഈ കപ്പലുകളെ പിടിച്ചെടുത്തു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പോലെ ഔദ്യോഗികമായിട്ടുള്ള നിരീക്ഷകർ വരെ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ ഈ ഹോർമുസിൽ ഇറാന് വ്യക്തമായ മേധാവിത്വമുണ്ട്. അമേരിക്കയുടെ ഈ ഉപരോധത്തിനെ തീർത്തും പരാജയപ്പെടുത്തുന്ന ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം IRGC വരെ നടത്തിവെച്ചത്. തീർച്ചയായും അതാണ്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.